എല്ലാവർക്കും നമസ്കാരം. LP-UP പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വിദ്യാഭ്യാസ ദർശന സമീപനങ്ങൾ, അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക്. വിദ്യാഭ്യാസത്തിലെ പ്രധാനപ്പെട്ട 4 ദർശനങ്ങളാണ് ആദർശവാദം അഥവാ ഐഡിയലിസം, പ്രകൃതിവാദം അഥവാ നാച്ചുറലിസം, പ്രായോഗികവാദം അഥവാ പ്രാഗ്മാറ്റിസം, യാഥാർത്ഥ്യവാദം അഥവാ റിയലിസം. ഓരോ ദർശനങ്ങളെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. വളരെ പ്രാചീനമായതും ഏറ്റവും ആദ്യം രൂപം കൊണ്ടതുമായ ഒരു വിദ്യാഭ്യാസ സമീപനമാണ് ആദർശവാദം. ആദർശവാദ വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരം. ആദർശവാദത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ മാധ്യമം മാതൃഭാഷ. ആദർശവാദത്തിലെ പാഠ്യപദ്ധതി കുട്ടിയുടെ മാനസികാവസ്ഥയും ജീവിതവുമായി ബന്ധമുള്ളതാണ്. ആദർശവാദത്തിന് വിവിധ രൂപങ്ങളുണ്ട്. അതാണ് പ്ലേറ്റോണിക് ആദർശവാദം, വസ്തുനിഷ്ഠ ആദർശവാദം അഥവാ ഒബ്ജക്റ്റീവ് ഐഡിയലിസം, ആത്മനിഷ്ഠ ആദർശവാദം അഥവാ സബ്ജക്റ്റീവ് ഐഡിയലിസം, ഫിനോമിനൽ ആദർശവാദം, അബ്സല്യൂട്ട് ആദർശവാദം അഥവാ പ്ലേറ്റോണിക് ആദർശവാദത്തിൻ്റെ ഉപജ്ഞാതാവ് പ്ലേറ്റോ. വസ്തുനിഷ്ഠ ആദർശവാദത്തിൻ്റെ ഉപജ്ഞാതാവ് അരിസ്റ്റോട്ടിൽ. ആത്മനിഷ്ഠ ആദർശവാദത്തിൻ്റെ സൃഷ്ടാവ് ബിഷപ്പ് ബെർക്ക്ലി. ഫിനോമിനൽ ആദർശവാദത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഇമ്മാനുവൽ കാന്റ്. അബ്സല്യൂട്ട് ആദർശവാദത്തിൻ്റെ ഉപജ്ഞാതാവ് ഹെഗൽ. ആദർശവാദത്തിൽ സ്നേഹിതൻ, ദാർശനികൻ, മാർഗദർശി എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നതാരെ? അധ്യാപകനെ. ഇന്ത്യയിലെ പ്രധാന ആദർശവാദ ദാർശനികരായിരുന്നു സ്വാമി ദയാനന്ദ സരസ്വതി, അരവിന്ദ ഘോഷ്, രവീന്ദ്രനാഥ് ടാഗോർ, സ്വാമി വിവേകാനന്ദൻ, മഹാത്മാഗാന്ധി. അടുത്ത നോക്കാം, നാച്ചുറലിസം അഥവാ പ്രകൃതിവാദം. പ്രകൃതിയെ അടിസ്ഥാനമാക്കിയുള്ള ദർശനമാണ് പ്രകൃതിവാദം. മനുഷ്യൻ ഒരു സമൂഹജീവിയോ സമൂഹത്തിൻ്റെ ഭാഗമോ അല്ല, മറിച്ച് പ്രകൃതിയുടെ അംശം മാത്രമാണ് എന്ന് വിശ്വസിച്ചിരുന്നത് പ്രകൃതിവാദികളാണ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. വിദ്യാർത്ഥികൾ അനുകരണങ്ങളോടും മാത്രം പ്രിയമുള്ളവരാകാതെ മൂല്യബോധവും അച്ചടക്കവും വ്യക്തിത്വവും ഉള്ളവരും സ്വയം ചിന്തിക്കാനും പ്രവർത്തിക്കാനും ശേഷിയുള്ളവരും ആകണമെന്ന് വാദിക്കുന്ന വിദ്യാഭ്യാസ ദർശനമാണ് പ്രകൃതിവാദം. പ്രകൃതിവാദം അടിസ്ഥാനമായി രൂപം കൊണ്ട വിദ്യാഭ്യാസ പദ്ധതികളാണ് മോണ്ടിസോറി വിദ്യാലയങ്ങൾ, ടാഗോറിൻ്റെ ശാന്തിനികേതൻ, നീലിൻ്റെ സമഹിൽ, ഫ്രൊബലിൻ്റെ കിൻഡർഗാർട്ടൻ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രകൃതിവാദം അടിസ്ഥാനമായി രൂപം കൊണ്ട വിദ്യാഭ്യാസ പദ്ധതികൾ. അപ്പോൾ ഇതിലേതെങ്കിലും തന്നിട്ട് ഇത് ഏത് ദർശനത്തിനെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസ പദ്ധതിയാണെന്ന് ചോദിച്ചാൽ പ്രകൃതിവാദമാണ്. അടുത്തതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന വിദ്യാഭ്യാസ ദർശനം പ്രകൃതിവാദം. പ്രകൃതിവാദത്തിൻ്റെ വിവിധ രൂപങ്ങൾ യാന്ത്രികം, ജൈവികം, ഭൗതികം, മെക്കാനിക്കൽ, ബയോളജിക്കൽ, ഫിസിക്കൽ. മറ്റൊരു ചോദ്യം നോക്കാം, ജീവിത സമരത്തിൽ വിജയിക്കുവാനുള്ള കായികവും ബുദ്ധിശക്തിയും ആർജിക്കുകയാണ് വിദ്യാഭ്യാസ ലക്ഷ്യമെന്ന് പറഞ്ഞ പ്രകൃതിവാദിയായ ശാസ്ത്രജ്ഞൻ? ഉത്തരം ചാൾസ് ഡാർവിൻ. പ്രകൃതിവാദത്തിൽ കുട്ടികളുടെ സ്ഥാനം എന്താണ്? ഗവേഷകർ. പ്രകൃതിവാദം ഉദ്ഘോഷിക്കുന്നത് ഗവേഷണ സമീപനം അഥവാ ഹ്യൂറിസ്റ്റിക് അപ്രോച്ച്. പ്രകൃതിവാദത്തിലെ പ്രമുഖ ദാർശനികരായിരുന്നു റുസോ, ബേക്കൺ, കൊമീനിയസ്, എപ്പിക്യൂറസ്, ഹക്സ്ലി, ഡെമോക്രിറ്റസ്, ഹെർബർട്ട് സ്പെൻസർ. അടുത്ത നോക്കാം, പ്രായോഗികവാദം അഥവാ പ്രാഗ്മാറ്റിസം. വസ്തുനിഷ്ഠമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് പ്രായോഗികവാദം. മറ്റൊരു ചോദ്യം നോക്കാം, മാനവിക ദർശനമെന്നും ഇൻസ്ട്രുമെൻ്റൽ എന്നും പരീക്ഷണവാദമെന്നും വിശേഷിപ്പിക്കപ്പെടുന്ന എന്തിനെയാണ്? പ്രായോഗികവാദത്തെയാണ്. അധ്യാപകൻ ഏകാധിപതിയാകാതെ സംഘപ്രവർത്തനങ്ങളുടെ നേതാവാകുന്ന വിദ്യാഭ്യാസ ദർശനം പ്രായോഗികവാദം.
ശാസ്ത്ര പരീക്ഷണങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നത് പരീക്ഷണവാദം അഥവാ എക്സ്പെരിമെൻ്റലിസം. പ്രായോഗികവാദം വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ സംഭാവനയാണ് പ്രോജക്റ്റ് രീതി. പ്രോജക്റ്റ് രീതി ആവിഷ്കരിച്ചത് കിൽപാട്രിക്കാണ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രായോഗികവാദം വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ സംഭാവന പ്രോജക്റ്റ് രീതി. പ്രോജക്റ്റ് രീതി ആവിഷ്കരിച്ചത് കിൽപാട്രിക്. പ്രായോഗികവാദത്തിൻ്റെ മുഖ്യ ദാർശനികരായിരുന്നു C.S. പിയേഴ്സ്, വില്യം ജെയിംസ്, ജോൺ ഡ്യൂയി. പ്രായോഗികവാദത്തിൻ്റെ ഉപജ്ഞാതാവ് പിയേഴ്സ്. പ്രായോഗികവാദത്തിന് ഏറ്റവും ശക്തമായ പിന്തുണ നൽകിയത് ജോൺ ഡ്യൂയി. പ്രായോഗികവാദം പ്രചരിപ്പിച്ചവരിൽ പ്രധാനി വില്യം ജെയിംസ്. അടുത്ത് നോക്കാം യാഥാർത്ഥ്യവാദം അഥവാ റിയലിസം. ഭൗതിക പ്രപഞ്ചമാണ് യാഥാർത്ഥ്യം എന്ന് പ്രസ്താവിക്കുന്ന വിദ്യാഭ്യാസ ദർശനമാണ് യാഥാർത്ഥ്യവാദം. കുട്ടികളുടെ ഒരു ഉപദേശകൻ മാത്രമായി അധ്യാപകനെ കാണുന്ന ദർശന സമീപനം യാഥാർത്ഥ്യവാദം. കുട്ടികളെ പരിസ്ഥിതിയുമായി ഇണക്കിച്ചേർക്കുന്നതും സാമൂഹിക ചുറ്റുപാടുകളിലേക്ക് നയിക്കുന്നതും അധ്യാപകനാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ദർശനമെന്ന് കരുതുന്ന വിദ്യാഭ്യാസ ദർശനം യാഥാർത്ഥ്യവാദം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ദർശനമെന്ന് കരുതുന്ന വിദ്യാഭ്യാസ ദർശനം യാഥാർത്ഥ്യവാദം. ബോധനത്തിൽ അനുക്രമീകരണം പാലിക്കണമെന്ന് വാദിക്കുന്ന വിദ്യാഭ്യാസ ദർശനമാണ് യാഥാർത്ഥ്യവാദം. യാഥാർത്ഥ്യവാദത്തിൻ്റെ പ്രധാന പ്രയോക്താക്കളായിരുന്നു അരിസ്റ്റോട്ടിൽ, ജോൺ ലോക്ക്, സെൻറ് തോമസ് എക്വിനോസ്. അപ്പോൾ ഇത്രയാണ് വിദ്യാഭ്യാസ ദർശന സമീപനങ്ങൾ. മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു.